നമുക്കൊക്കെ സുപരിചിതനായ ശ്രീ സത്യൻ അന്തിക്കാട് പങ്കുവച്ച ഒരു കഥയുണ്ട്. ഒരിക്കല് 9 എന്ന സംഖ്യ 8 എന്ന സംഖ്യയെ തല്ലുവാനായിട്ട് ഇടയായി. 8 9 ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ തല്ലിയത്? എന്നാൽ 9 മറുപടി ഇപ്രകാരമായിരുന്നു, നീ എന്നേക്കാൾ ചെറിയവനാണ്, ഞാൻ നിന്നേക്കാൾ വലിയവനും, അതുകൊണ്ടാണ് നിന്നെ ഞാൻ തല്ലിയത്. ഇത് കേട്ട 8 എന്ന സംഖ്യ കാരണം കൂടാതെ 7 6 തല്ലി. 6 5 5 4 4 3 3 2 2 1 ഇതുപോലെ തന്നെ ചെയ്തു. എന്നാൽ ഈ 1 എന്ന സംഖ്യ 0 എന്ന ദുർബലനായ സംഖ്യയെ തല്ലാതെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെ സ്നേഹിച്ചു. അങ്ങനെ 10 എന്ന വലിയൊരു സംഖ്യ അവിടെ ഉണ്ടാകുകയാണ്. കളിത്തൊഴുത്തിൽ നിന്നും കൽവരിയിലേക്കുള്ള യാത്രക്കിടയിൽ ചോദിച്ചും ചോദിക്കാതെയും അറിഞ്ഞും അറിയാതെയും പലരും ഈശോടൊപ്പം കൂടുന്നുണ്ട്. എന്നാൽ യാത്ര കാൽവരിയുടെ നെറുകയിൽ എത്തിച്ചേരുമ്പോൾ അവനെ അനുഗമിച്ചവരുടെ എണ്ണം 3 4 ഒക്കെ ആയിട്ട് ചുരുങ്ങിപ്പോകുന്നു. പരിശുദ്ധ അമ്മ മാത്രം ഈശോയുടെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിന്നുകൊണ്ട് ഈശോയെ സ്നേഹിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമുക്കും പരിശുദ്ധ അമ്മയുടെ ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒരുപോലെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് അവരെ സ്നേഹിക്കാം. പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നമുക്കും സ്വർഗരാജ്യത്തിലേക്ക് യാത്രയാകാം.